Hello everyone, welcome to High-Quiz Learning and to our IGNOU BA Psychology exam series. Exam marathon series in the 8th പാർട്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മളിതുവരെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കുകളും ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ 2 ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെക്കുറിച്ചും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ടുള്ളത്. നമ്മൾ എന്താണ് എക്സാം മാരത്തൺ സീരീസിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നോ BA സൈക്കോളജിയിലെ ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് എല്ലാം കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടത്, ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം മാരത്തൺ സീരീസിലൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പറിൻ്റെ 2ാമത്തെ ബ്ലോക്കിനെ കുറിച്ചാണ്. ആ ബ്ലോക്ക് ഇൻ്റലിജൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ബ്ലോക്ക് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3 കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കാണ്. കാരണം ഇന്ത്യൻ സൈക്കോളജിക്കൽ തോട്ട്, ഇന്ത്യൻ സൈക്കോളജി, വെസ്റ്റേൺ സൈക്കോളജി, എങ്ങനെയാണ് ഇന്ത്യൻ സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് വെസ്റ്റേൺ സൈക്കോളജിയുമായിട്ട് ഇന്ത്യൻ സൈക്കോളജി ഡിഫേർഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഇന്ത്യൻ മനഃശാസ്ത്രവും വെസ്റ്റേൺ മനഃശാസ്ത്രവും തമ്മിലുള്ളത്. അപ്പം സെൽഫ് പോലെയുള്ള കൺസെപ്റ്റുകൾ, സെൽഫ് കൺസെപ്റ്റുകൾ പോലെയുള്ള കൺസെപ്റ്റുകൾ, അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ സാൻസ്ക്രിറ്റ് ടേംസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാനും ആ ടേംസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൺസെപ്റ്റിനെ മനസ്സിലാക്കിയെടുക്കാനും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. എങ്കിലും കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായേക്കാവുന്ന മാർക്കുകളെ ഓർത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ തന്നെ ചില ഏരിയാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്ലോക്ക് 3 ഇന്ത്യൻ സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന ബ്ലോക്കിൽ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1ാമത്തെ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ഇന്ത്യൻ സൈക്കോളജി. അപ്പോൾ ഈ യൂണിറ്റ് നിങ്ങൾക്കറിയാം കുറേയൊക്കെ ഇന്ത്യൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ കുറേ സാൻസ്ക്രിറ്റ് ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിൽ ആവശ്യമുള്ള ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇന്ത്യൻ സൈക്കോളജി, ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് ഇറ്റ് എന്നാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റിൽ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. 2020-21 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ നമുക്കതിൽ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് എഴുതുക. ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ നമുക്ക് കൊടുക്കാം ഇന്ത്യ ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദി ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ സൈക്കോളജി. മോഡേൺ സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ കൺട്രി ഫീൽമെൻ്റ് ആണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എഴുതാം. ദെൻ ആ ഒരു കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻട്രഡക്ടറി പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നിങ്ങൾ മെയിൻ ബോഡി പോയിന്റ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ സൈക്കോളജി ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് എന്നുള്ള ഒരു ഹെഡിങ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നതിലേക്ക്. നിങ്ങൾ ഇതിൽ എഴുതേണ്ട ബേസിക് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇന്ത്യൻ സൈക്കോളജി ഇനീഷ്യലി വെൻ സ്വാമി വിവേകാനന്ദ, അഥവാ ഇവിടെ നിങ്ങൾ 3-4 പേരുടെ പേര് മെൻഷൻ ചെയ്യണം. സ്വാമി വിവേകാനന്ദ, ശ്രീ ഓറോബിന്ദോ, ജദുനാഥ് സിൻഹ പോലെയുള്ള ആളുകളുടെ പേര് നിങ്ങളിവിടെ കൊടുക്കണം. എന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് എന്ത് ചെയ്തത്, ഇന്ത്യൻ സൈക്കോളജിയെക്കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയത്. അവരുടെ ഒരു ഇൻസ്പയറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി നാഷണലിസ്റ്റിക് ആയിരുന്നു. കുറച്ച് രാജ്യസ്നേഹപരമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യമായിരുന്നു. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും വളർത്തുക, അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് എഴുതുക, നമ്മളുടെ കൾച്ചേഴ്സിനെ കുറിച്ച് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനത്തെ കുറേ ഇൻസ്പയറേഷൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ യൂണീക്നെസ്സും ട്രഡീഷൻസും ഒക്കെയാണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ലോകത്തിലുള്ള മറ്റ് വെസ്റ്റേൺ കൾച്ചേഴ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ, ലോകത്തിലുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ അവർക്കുണ്ടായിരുന്നു. They wanted to emphasize the indigenous perspectives, and in the context of modern scientific developments and materialistic worldview, they wanted to highlight the importance of spiritual worldview of India. ഇന്ത്യ കൂടുതൽ സ്പിരിച്വലി ലോകത്തിനെ കാണുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ലെസൺ 14 നമ്മളത് പറഞ്ഞതാണ്.
അപ്പോൾ ഇവിടെ അവർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഇന്ത്യൻ്റെ യൂണിക്നെസ് ആണ്. അത് ഏതൊക്കെ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിജീനസ് പെർസ്പെക്റ്റീവ്സ്, നമ്മളുടെ നാട്ടിൽ തന്നെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് അതിനെ എന്ത് ചെയ്യുക, യൂണിവേഴ്സലാക്കി മാറ്റുക. ഓൾസോ ഈ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് നമ്മളുടെ വേൾഡ് വ്യൂവിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുക. അങ്ങനെ കുറേ ഇൻറ്റൻഷൻസ് ആയിരുന്നു ആദ്യക്കുണ്ടായിരുന്നത് ഈ പറയുന്ന സ്വാമി വിവേകാനന്ദക്കും ഓരോബിന്ദക്കും സിൻഹക്കും ഒക്കെ ഉണ്ടായിരുന്നത്. They focused on how our ancient thinkers understood the nature of consciousness. കോൺഷ്യസ്നെസ്സിൻ്റെ നേച്ചറൊക്കെ എങ്ങനെയാണ് നമ്മളുടെ മുന്നേ നടന്ന ആളുകൾ, നമ്മുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതായിരുന്നു ഇവിടെ ഫോക്കസ് ചെയ്തത്. കോൺഷ്യസ്നെസ് മാത്രമല്ല, അവരെങ്ങനെയാണ് കോൺഷ്യസ്നെസ്സിനെ കണ്ടത്, മൈൻഡിനെ കണ്ടത്, സെൽഫിനെ കണ്ടത്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ടോപ്പിക്കുകളിലൊക്കെ എന്തൊക്കെയായിരുന്നു അവരുടെ ചിന്താഗതികൾ, എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഇന്ത്യൻ സൈക്കോളജി തിങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത് ഉറപ്പായിട്ടും എന്താണ്, അവർ നമ്മളുടെ ആൻഷ്യൻ്റ് ഇന്ത്യൻസ് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ആ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, വെസ്റ്റേൺ സൈക്കോളജി എന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. Therefore, attempts to develop Indian psychology from a spiritual worldview continued for some time, drawing inspiration and ideas from our scriptures എന്നാണ്. വേദാസ് പോലെയുള്ള, മഹാഭാരത പോലെയുള്ള, ഉപനിഷത്ത് പോലെയുള്ള നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് ഇൻസ്പൈറേഷൻസ്, ഐഡിയാസും കാര്യങ്ങളും എടുത്തുകൊണ്ട് ഒരു ഇന്ത്യയുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്, ഇന്ത്യൻ സൈക്കോളജിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 7.3.2 ഓഫ് ദ SLM ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇനി റെഫർ ചെയ്യേണ്ടത്. അവിടെ ഇന്ത്യൻ സൈക്കോളജിയുടെ സ്കോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്കോപ്പ് നമുക്ക് വാല്യൂഡ് നോട്ടിൽ നോക്കാം. ഇന്ത്യൻ സൈക്കോളജി ഈസ് നോട്ട് ലിമിറ്റഡ് ഓൺലി ടു സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയൻ. ഇന്ത്യൻ സൈക്കോളജി കുറച്ച് സ്പിരിച്വൽ ആണെന്ന് കരുതി അത് വെറും സ്പിരിച്വാലിറ്റിയിലും റിലീജിയനിലും മാത്രം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മളെ തിങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ബിഹേവിയറിൻ്റെ ഒരു ആസ്പെക്റ്റും വിടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഫോക്കസ്ഡ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് അബ്നോർമൽ ബിഹേവിയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആയുർവേദത്തിൽ കിട്ടും. സെക്ഷുവാലിറ്റിയും സെക്ഷൽ ബിഹേവിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാമസൂത്രയിൽ കിട്ടും. അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി നമുക്ക് ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കോഗ്നിറ്റീവ് സൈക്കോളജി പോലെയുള്ള പല കാര്യങ്ങളെയും ദർശന പോലെയുള്ള സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ജൈന ശാസ്ത്രാസും ബുദ്ധ ദർശനാസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹ്യൂമൻ മൈൻഡിൻ്റെ വ്യത്യസ്തമായുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയൊക്കെയാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടതുള്ളൂ. കാരണം ഇത് ഒരുപാടൊന്നും എഴുതേണ്ടതില്ല, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പം വാട്ട് ഈസ് ഇന്ത്യൻ സൈക്കോളജി, ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇന്ത്യൻ സൈക്കോളജിയെക്കുറിച്ചും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പറയുക. ദെൻ ദ സ്കോപ്പിൻ്റെ പാർട്ട് എഴുതുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ കൂടെ ആഡ് ചെയ്യാം. ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ എന്താണ്, വളരെ റിലവൻ്റ് ആണെന്നും ആ ഒരു കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങൾ മോഡേൺ സൈക്കോളജിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെയൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് about the importance of yoga and meditation. യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ഇതിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്നാണ് നോക്കുന്നത്. ഇത് രണ്ടും, അതായത് എസ്പെഷ്യലി യോഗ എന്ന് പറയുന്നത് ഇന്ത്യൻ സൈക്കോളജിയുടെ ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ആണ്. അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു ലോകത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സിലേക്ക് ഇന്ത്യക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് എന്ത് യോഗ എന്നുള്ളത്. അപ്പോൾ യോഗ ആൻഷ്യൻ്റ് ഇന്ത്യൻ കാലഘട്ടങ്ങളിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിലനിന്ന് പോന്നിരുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രാക്ടീസാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജൂൺ 21 നമ്മൾ യോഗ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ യോഗ ഈസ് സംതിങ് ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ് ആൻഡ് സൈക്കോളജി എന്നാണ്. അപ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. യോഗ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോപ്പുലറായി വന്നിട്ടുണ്ട് ലോകത്ത്. യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ 21 ജൂൺ ഇൻ്റർനാഷണൽ യോഗ ഡേ ആക്കി. 2014 മുതൽ 2015 മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു ലോകത്തുള്ള 200 കൺട്രീസിൽ. അപ്പോൾ ഇപ്പോഴുള്ള ഒരു യോഗയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മളുടെ ബോഡി പോസ്റ്റേഴ്സ്, ആസനേഴ്സിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രീതിങ് എക്സസൈസസ്, പ്രാണയാമ ആൻഡ് മെഡിറ്റേഷൻ, ധാരണ ആൻഡ് ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് യോഗ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും യു ക്യാൻ ബ്രിങ് എ റിഡക്ഷൻ ഇൻ സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ അറ്റ് സൈക്കോളജിക്കൽ ലെവൽ എന്നാണ്. ഡിപ്രഷൻ പോലെയുള്ള, ആങ്സൈറ്റി പോലെയുള്ള, സ്ട്രെസ് പോലെയുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസിൽ ഒരുപാട് റിലീഫ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രാക്ടീസാണ് യോഗ എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ ഹാർട്ട് റേറ്റ്, മസിൽ ടെൻഷൻ അതുപോലെയുള്ള ഫിസിയോളജിക്കൽ ലെവൽസിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ യോഗക്ക് പറ്റും. യോഗ ആൻഡ് മെഡിറ്റേഷൻ ആർ ബീൻ റിഗാർഡഡ് ആസ് ദ ഇൻഡിജീനസ് ഫോംസ് ഓഫ് തെറപ്പി ഇൻ സൈക്കോളജി എന്നാണ്. അഥവാ സൈക്കോളജിയിലെ ഇൻഡിജീനസ് ഫോംസ് ഓഫ് തെറപ്പിയിലാണ് യോഗ വരുന്നത്. ഇന്ത്യൻ ഒറിജിനിൽ വരുന്ന കൈൻഡ് ഓഫ് ഫോംസ് ഓഫ് തെറപ്പിയിൽ വരുന്നതാണത്. യോഗ ആൻഡ് എ വെറൈറ്റി ഓഫ് മെഡിറ്റേഷൻ ടെക്നിക്സ് ഫ്രം ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ആർ അപ്രോച്ച്ഡ് പ്രൈമർലി ഇൻ 3 ഡിഫറെൻറ്റ് വേസ് എന്നാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളാണ് ഇതിനെ അപ്രോച്ച് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആസ് എ സ്ട്രെസ് റിഡക്ഷൻ സ്ട്രാറ്റജി.
സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ കാണുന്നു. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ തെറാപ്യൂട്ടിക് അഡ്ജങ്ക്ട് ആൻഡ് ഗ്രോത്ത് പ്രൊമോഷൻ ടെക്നിക്ക്, നമ്മളുടെ ഓവറോൾ ഹ്യൂമൻ ബീങ്സിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിട്ടും തെറാപ്യൂട്ടിക് അഡ്ജങ്ക്ട് ആയിട്ടും ഇതിനെ കാണുന്നു. മൂന്നാമതായിട്ട് ആസ് എ ടെക്നിക് ടു ഇൻഡ്യൂസ് അൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺഷ്യസ് സ്റ്റേറ്റുകളെ എന്ത് ചെയ്യാണ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കായിട്ടും യോഗയെ നമ്മൾ എന്ത് ചെയ്യുന്നു കണക്കാക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ആൻസറിൽ എഴുതേണ്ടതുള്ളത്, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അവസാനത്തെ ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.